നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവരും ഓണമൊക്കെ ആഘോഷിക്കുകയെന്നറിയാം. ഞാനും എൻ്റെ മോൻ സിദ്ധാർത്ഥുമായിട്ട് ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കടലുമൊക്കെ ഒന്ന് കണ്ട് ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചിറങ്ങി. അന്നേരം ഒരു 3 കിലോമീറ്ററിനുള്ളിൽ ഒരു 4 പാലമുണ്ട് നമ്മുടെ വീടിൻ്റെ അടുക്ക്. അപ്പോൾ അതൊന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഒരു പാലത്തിലോട്ട് വന്ന് കയറുവാണ്. കൂട്ടുംപാതക്കൽ കടവെന്നാണ് അതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അതിലോട്ട് വന്ന് കയറുക. നല്ല നല്ല സീനറിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം. പാലത്തിൻ്റെ അകത്തോട്ട് വന്ന് കയറി ഇനി നമുക്ക് അടിയിലെ കാഴ്ചകളൊക്കെ കാണാം. കായലിലെ കാഴ്ചകൾ. ഇപ്പം നമ്മൾ പാലത്തെ വന്ന് കയറി 3 കിലോമീറ്ററിനുള്ളിൽ 4 പാലമാണ്. അത് കാണാൻ നല്ല മനോഹരമായിട്ടുള്ള പാലമാണ്. നമുക്ക് ഇനി ഇറങ്ങി ഇവിടെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങിയേക്കുവാണ്. കായലിൻ്റെ ഒരു സൈഡ് 1000 തെങ്ങിലോട്ടുള്ള കായലാണ്. അടുത്ത മറു സൈഡെന്ന് പറയുമ്പോൾ കായംകുളത്തോട്ടുള്ളതാണ്. പാലം ഈ അടുത്ത സമയത്ത് വന്ന പാലമാണ്. ഈ പാലം വന്നതുകൊണ്ട് കൊച്ചിയുടെ എട്ടിയിൽ ഉള്ള ആൾക്കാർക്കൊക്കെ എളുപ്പം ഓച്ചിറയിലോട്ട് വരാൻ പറ്റും കേട്ടോ. ഈ പാലം വന്നുകൊണ്ട്. ഇല്ലെങ്കിൽ കായംകുളം വഴി കറങ്ങി അവർ 5-6 കിലോമീറ്റർ, 5-10 കിലോമീറ്റർ കറങ്ങി വന്നുകൊണ്ടിരുന്ന ആൾക്കാർ, പുല്ലുകുളങ്ങര ഒക്കെ ഉള്ള ആൾക്കാർ, മണിവേലിക്കടവ് ആ സ്ഥലത്തു നിന്നൊക്കെ ഇപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ഇതിലേ കൂടെ കായംകുളത്തായാലും അല്ലെങ്കിൽ ഓച്ചിറയിലോട്ടായാലും വരാൻ പറ്റും. അപ്പോൾ പാലം പിന്നെ ചെയ്വനെയൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തേക്കും കേട്ടോ. നമുക്ക് കാണാൻ നല്ല വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ. അതേപോലെ തന്നെ ഇവിടെ അടുത്ത് തന്നെ റിസോർട്ടുണ്ട്. വേണ്ട എന്താ റിസോർട്ടുണ്ട്, ബോട്ടിങ്ങിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ തന്നെ. എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് കറങ്ങാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പാലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അടുത്ത പാലത്തിലോട്ട് പോവുകയാണ്. ഇവിടുന്ന് വലിയ ദൂരമില്ല, തൊട്ടടുത്ത് തന്നെ അടുത്ത പാലമുണ്ട്. അപ്പോൾ സന്ധ്യ സമയത്തൊക്കെ വരാമെന്നുണ്ടെങ്കിലേ നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് എടുക്കാം. കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്ക് പാലം. ഇത് സന്ധ്യ സമയത്ത് ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ വന്ന ഉണ്ടല്ലോ, കണ്ണിന് നല്ല കുളിർ തോന്നുന്ന രീതിയിലുള്ള കാഴ്ചകൾ കിട്ടും കേട്ടോ. കുളിർ തോന്നും ആ രീതിയിലുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് അടുത്ത പാലത്തിലോട്ട് പോകാം. ശരി, അടുത്ത നമ്മൾ കൊച്ചിയുടെ എട്ടി പാലമായേക്കുവാണ്. കൂട്ടുംപാതക്കൽ കടവ് പാലം കഴിഞ്ഞു. അടുത്ത കൊച്ചിയുടെ എട്ടി പാലം സുനാമി വന്നപ്പം പെട്ടെന്നുണ്ടാക്കിയ പാലമാണിത്. സുനാമി വന്നതിന് ശേഷം 2-3 പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കൊച്ചിയുടെ എട്ടി പാലം കയറാൻ പോവാം. കിലോമീറ്ററോളം നീളമുള്ള പാലമാണ് ഇനി അടുത്ത നമുക്ക് വരാൻ പോകുന്നത്. ഈ കൊച്ചിയിലെട്ടി പാലം കഴിഞ്ഞാൽ പിന്നെ അഴീക്ക പാലമാണ് വരുന്നത്. അഴീക്ക പാലം ഈ അടുത്ത സമയത്ത് ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ. അത് കിലോമീറ്ററോളം നീളമുണ്ട്. അപ്പോൾ നമുക്ക് കൊച്ചിയുടെ എട്ടി പാലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. സെൻറ്ററിൽ ഇറങ്ങി നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്താം. അപ്പോൾ ഇവിടെ നിന്ന് നിർത്തിയിട്ട് നമുക്കൊന്ന് ഇറങ്ങാം. അപ്പോൾ കൊച്ചിയുടെ എട്ടി ദൃശ്യങ്ങളാണ്. മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരു ബോട്ട് അവിടെ കിടപ്പുണ്ട്. കണ്ടാ, ഒരു ബോട്ട് അവിടെ ഓണമായതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നതാണ്. ഇനി ഓണം കഴിഞ്ഞാൽ അവരത് ഇറക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1000 തെങ്ങ് പാലത്തിൻ്റെ മേൽഭാഗം ഇവിടെ നിന്നാൽ കാണാൻ പറ്റും കേട്ടോ. സൂം ചെയ്ത് നോക്കട്ടെ, കാണാൻ പറ്റുമോ എന്ന് നോക്കാം. 1000 തെങ്ങ് പാലത്തിൻ്റെ ചെറിയ മേൽഭാഗം ആ റൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ അഴീക്ക പാലം, അത് വലിയ പാലമാണ്. പൊഴിയുടെ മേളിലുള്ള പാലമാണ്. കടലും കായലും കൂടെ ഒന്നിക്കുന്നിടത്ത് ഉള്ളതാണ്. ഇത് കണ്ട, ഇത് ഈ പാലം വടക്കോട്ട് പോകുന്ന ഈ കായലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ആറാട്ടുപുഴയൊക്കെ പോകുന്ന ഇതാണ്. തോട്ടപ്പള്ളി ആറാട്ടുപുഴയ്ക്കുള്ളതാണ് ഇത്. വടക്കോട്ട് നോക്കുമ്പോൾ കാണുന്ന കായൽ. അടുത്തത് ഇങ്ങോട്ടുള്ളതെന്ന് പറഞ്ഞാൽ 1000 തെങ്ങിലോട്ടുള്ള 1000 തെങ്ങ് പാലം കടലും കായലും കൂടെ ഒന്നിക്കുന്ന പൊഴിമുഖമാണ്. അപ്പോൾ അതുകൊണ്ട് അത് കിലോമീറ്ററോളം നീളത്തിലുള്ള പാലമാണ്. ഇപ്പോൾ നമ്മളിരിക്കുന്ന കൊച്ചിയിലെട്ടി പാലമാണ്. ഈ പാലം പെട്ടെന്ന് സുനാമി വന്നപ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി
പിന്നീട് ഉണ്ടാക്കിയതാണ്. 2-3 പാലം ഉണ്ടാക്കിയിട്ടുണ്ട് സുനാമി വന്നപ്പോൾ. ഒന്നാണിത്. പിന്നെ ഇന്ന് ആയിരുന്നെങ്കിൽ വേറൊരു പാലമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പാലത്തിലോട്ട് പോവാം. എല്ലാവരുടെ ഓണപ്പരിപാടിയൊക്കെ നടക്കുവാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് 2 ബോട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. മത്സ്യബന്ധനത്തിന് പോകുന്നതാണ്. അവർ ഓണമായതുകൊണ്ടെല്ലാം ഒതുക്കിയിട്ടേക്കുന്നത് കേട്ടോ. ഇവിടെയും രാത്രി നല്ല ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. നമുക്ക് അടുത്ത ഇനി നമുക്ക് അഴീക്ക പാലത്തിൽ നമ്മൾ വന്ന് കയറുന്നത് കടലിലോട്ടാണ് കേട്ടോ. പാറ വെച്ച് കടലിൻ്റെ സൈഡ് വാൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത ഇനി ആയിരന്തെങ്കിലോട്ട് പോവുകയാണ്. ബീച്ചിലോട്ട് പോവാം. നമുക്ക് ആ പാലമൊക്കെ കയറി പോവാം. അതുകൊണ്ട് ഈ കടലിൻ്റെ ഓരത്തൂടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഈ പാറയുടെ അപ്പുറം കടലാണ് കേട്ടോ. നല്ലപോലെ തിരയടിച്ചാൽ നമ്മുടെ കാറിനകത്തോട്ട് വെള്ളം തെറിച്ച് വീഴും. ആ രീതിയിലാണ് നമ്മൾ വേണ്ട. കടലിൻ്റെ ഓരം പറ്റിയാണ് റോഡുള്ളത് കേട്ടോ. തിര ഒക്കെ നല്ലപോലെ അടിക്കുവാണെങ്കിൽ നമ്മുടെ കാറിനകത്ത് വെള്ളം വന്ന് വീഴും. ഇനി നമുക്ക് വേണ്ട കാണിക്കണേ ഇവിടെ ഇറങ്ങണം. നമുക്കിനി പാലത്തേലോട്ട് പോകാം. കടലും റോഡുമായിട്ട് 1 മീറ്റർ പോലും വ്യത്യാസമില്ല. അതുകൊണ്ട് അത്രയ്ക്ക് അടുത്താണ് ഇവിടെ. ഇത് കണ്ടോ, കടലിൻ്റെ പാലമാണ്, സൈഡ് വാളാണ് കാണുന്നത്. പാറ 1 മീറ്റർ പോലും വ്യത്യാസമില്ല കടലും റോഡുമായിട്ട്. കുറച്ച് കാലം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം കടൽ കയറി വരും. കാരണം അത്രയ്ക്ക് ഇതായിട്ട് നിൽക്കുവാണ്. എന്താ എന്താ കാറിനകത്ത് തന്നെ ഇരുന്നുകൊണ്ട് നമുക്ക് കടൽ കാണാം. അത്രയ്ക്ക് അടുത്താണ് കടൽ കേട്ടോ. എന്താ തിരയടിക്കുന്നുണ്ടോ കടലിൻ്റെ. കാറിൽ തന്നെ ഇരുന്നുകൊണ്ട് നമുക്ക് ദൃശ്യങ്ങൾ പകർത്താവുന്ന അത്ര ദൂരമുള്ളൂ. കാണുന്നതെല്ലാം കടലാണ്. നമ്മൾ അടുത്തത് ആയിരുന്നെങ്കിൽ പാലത്തിലോട്ട് കയറാൻ പോവാണ്. അഴീക്ക പാലത്തിലോട്ട്. അതായത് ഇത് ലൈറ്റ് ഹൗസാണ് കേട്ടോ. ഇതിൻ്റെ മേളിൽ നിന്ന് വെട്ടം അടിച്ചാണ് കപ്പലൊക്കെ വരുമ്പോൾ അതിന് കാണിച്ചു കൊടുക്കുന്നത്. ഈ ലൈറ്റ് ഹൗസാണ്, അഴീക്ക ലൈറ്റ് ഹൗസാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ പാലത്തിലോട്ട് കയറാൻ പോവാം കേട്ടോ. ലൈറ്റ് ഹൗസിൻ്റെ അടുക്കയാണ് നമ്മൾ. അവിടെ നിന്ന് ഇനി നേരെ നമ്മൾ പാലം തുടങ്ങുവാണ് ഇവിടുന്ന് കേട്ടോ. ലൈറ്റ് ഹൗസ് കണ്ടല്ലോ. ഇനി നമ്മൾ പാലം തുടങ്ങുകണ്ട. ഇവിടുന്ന് പാലം കിലോമീറ്ററോളം നീളമുണ്ട് പാലം. പിടിച്ചോ സിദ്ധാർത്ഥ്, പിടിച്ചോ. നമുക്ക് ദൃശ്യങ്ങൾ പാലം നല്ലപോലെ കാണിയില്ല. നേരെ പിടി. ആ റോഡിൻ്റെ ഭംഗി, ആ മണ്ണൊക്കെ കിടക്കുന്നുണ്ടോ. ഒന്നിലും തട്ടരുത്. നമ്മൾ അഴീക്ക, അതായത് 2 ജില്ല തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. അത് കടലും കായലും കൂടെ ചേരുന്ന പൊഴിമുഖമാണ്. അഴീക്ക പൊഴിമുഖമാണ് ഇത്. അതിൻ്റെ മേളിൽ കൂടെയുള്ള പാലമാണ് ഇത്. ഒരു സൈഡിൽ ആലപ്പുഴ ജില്ലയും ഒരു സൈഡ് കൊല്ലം ജില്ലയുമാണ്. 2 ജില്ല തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. അതുകൊണ്ട് നീളമുണ്ട്, കിലോമീറ്ററോളം നീളമുണ്ട് ഇത്. ഇപ്പം നമ്മൾ ആ പാലം കയറുവാണ്. പാലത്തിൻ്റെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ആർച്ചാണ് മേളിൽ. നമുക്കിവിടെ നിർത്തിയിട്ട് കായലും കടലും ഒഴി മുറിയുന്ന സ്ഥലവും ഒക്കെ നല്ലപോലെ എടുക്കാം. നമുക്ക് സെൻട്രലോട്ട് നിർത്തിയിട്ട് നമുക്ക് പിടിക്കാം. ദൃശ്യങ്ങൾ നല്ലപോലെ പകർത്താം. ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മളിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വന്ന് കയറുന്നത്. അടുത്ത സൈഡ് എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയാണ്. അപ്പോൾ എന്തുവാ ശരി കട്ടി. നമ്മൾ പാലത്തെ കയറിയിട്ടുണ്ട്. പാലത്തിൻ്റെ മേളിൽ ആർച്ചുണ്ട്, 3 ആർച്ചുണ്ട്. വലിയ അതിമനോഹരമായിട്ടുള്ള ആർച്ചാണ്. പിന്നെ കായൽ അതുകൊണ്ട് ആ ബോട്ടൊക്കെ കിടക്കുന്നത് ഹാർബറാണ്. അഴീക്കൽ ഹാർബറാണ് ആ കിടക്കുന്നത് സ്ഥലം, ആ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഹാർബറാണ് ആ കാണുന്നത്. ബോട്ടെല്ലാം അടുപ്പിച്ചിട്ടേ പോകുന്നു.
ശരിക്കും ഓണമായതുകൊണ്ട് നല്ല തിരക്കാണ് പാലത്തേക്ക് കേട്ടോ. വണ്ടി നമ്മൾ റോഡിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ പാർക്ക് ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല. പോലീസുകാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെറ്റി ഉറപ്പാണ്. അപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്താൻ വേണ്ടി ഈ കാണുന്നത് കടലാണ് കേട്ടോ. കടലും കായലും കൂടെ ഒന്നിക്കുന്ന പൊഴിമുഖമാണ് ഇത്. അഴീക്കൽ വലിയ അഴീക്കലാണ്. വലിയ അഴീക്കൽ, ആയിരം തെങ്ങ്, അഴീക്കൽ പൊഴിമുഖമാണ്. ഇതിൽ കൂടെയാണ് കടലിലോട്ട് ബോട്ടും വള്ളവും എല്ലാം പോകുന്നത്. അപ്പോൾ ഇത് ഒരുപാട് നീളത്തിലുണ്ട് പാലം, കിലോമീറ്റർ നീളത്തിലുള്ളതാണ് പാലം കേട്ടോ. അപ്പോൾ പാലത്തിൻ്റെ ദൃശ്യങ്ങൾ നല്ല രീതിയിൽ എടുക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 ആർച്ചാണുള്ളത് ഈ പാലത്തിനാണ്. ഒരാർച്ച് ഇത് മേളിൽ. നേരത്തെ ഒരു പയ്യൻ ഇതിൻ്റെ മേളിൽ കൂടെ നടന്നു പോയായിരുന്നു. ഈ ആർച്ചിൻ്റെ മേളിൽ കൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു. ആ പയ്യനെ പോലീസ് പിടിക്കുകയും ചെയ്തു. അപകട സാധ്യതയുള്ളതാണ്, അങ്ങനെ ആരും പോകരുത് എന്ന് പറഞ്ഞിട്ടുള്ള മുന്നറിയിപ്പുള്ള. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ബീച്ചിലെ കുറേ കാഴ്ചകളെടുക്കാം. അപ്പോൾ ഞങ്ങൾ റോഡിലെ പാർക്കിംഗ് ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ നിർത്തിയേക്കുന്നത്. അപ്പോൾ അധികം സമയം നിൽക്കാൻ പറ്റത്തില്ല. വണ്ടി ഇല്ലായിരുന്നു നമുക്ക് എത്ര നേരം വേണേലും നിൽക്കാം. എല്ലാവരും വണ്ടി പാർക്കിംഗ് ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. കാരണം പോലീസുകാർ വന്നാൽ നമുക്ക് പെറ്റി ഉറപ്പാണ്. ഇവിടെ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. നമ്മളിത് എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പിന്നെ വരണമെങ്കിൽ ഒരു 2-3 കിലോമീറ്റർ നടന്നു വരണം. നമുക്ക് അത്രയും ദൂരം നടന്നു വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ട് തന്നെ നമ്മളിതൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പം വളരെ മനോഹരമായുള്ള ഇനിയും കാഴ്ചകളുണ്ട്. നമ്മൾ ഇത് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ആയിരുന്നെങ്കിൽ അഴീക്ക ബീച്ച് കാണിക്കാം. ബീച്ച് കഴിഞ്ഞ് പിന്നെ പോകുന്ന വഴിക്ക് ഒരു പാലമുണ്ട്, അത് നമുക്ക് കാണാം. അങ്ങനെ 4 പാലമാണ്. ഒരു 5 കിലോമീറ്റർ, കഷ്ടിച്ച് 5 കിലോമീറ്റർ ഒന്നും ഇല്ല, 5 കിലോമീറ്ററിനുള്ളിൽ. ഞങ്ങൾ ഇവിടെ ആയിരുന്നെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഉള്ള ആയതുകൊണ്ട് ഞങ്ങൾക്ക് 5 കിലോമീറ്റർ ചുറ്റളവിലാണ് നമുക്ക് 4 പാലങ്ങൾ. അതും വളരെ മനോഹരമായിട്ടുള്ള 4 പാലങ്ങളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഓണ കാഴ്ചകളായിട്ട് നമ്മളതെല്ലാം പിടിച്ച് ഇങ്ങൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ പാലത്തിൽ നിന്ന് പുറത്തോട്ടിറങ്ങുവാണ്. പാലത്തിൻ്റെ വളരെ മനോഹരമായുള്ള ദൃശ്യങ്ങളാണ്. മൊത്തം ആൾക്കാർ ഫോട്ടോ എടുക്കാനും വീഡിയോ പിടിക്കാനും യൂട്യൂബർമാരും അവരുടെയൊക്കെ ബഹളമാണ്. കുതിര പോകുന്നുണ്ട്, കുതിര സവാരിയൊക്കെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വരുന്നവർക്ക് ബീച്ചിലെ കുതിര സവാരിയൊക്കെ നടത്താം. ബീച്ചിലെല്ലാ സെറ്റപ്പും ഉണ്ട്. ഇനി ഒരു 1.5 കിലോമീറ്റർ ഓടിയാലോ നമുക്ക് പാലം കഴിഞ്ഞ് പുറത്തിറക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരു 5 കിലോമീറ്റർ മേളിലുണ്ട് പാലം. നമ്മൾ മൊത്തം കൂടെ കറങ്ങാൻ 5 കിലോമീറ്റർ ഉള്ളൂ. ഈ പാലം മാത്രം അത്രയുണ്ട്. നമുക്ക് വീട്ടിൽ നിന്ന് ഈ പാലങ്ങളിലൊക്കെ എത്താൻ വേണ്ടി മൊത്തം കൂടെ കറങ്ങാൻ 5 കിലോമീറ്റർ ദൂരമുള്ളൂ. ഹാർബർ, അഴീക്കൽ ഹാർബറാണ്. ഇന്നിപ്പോൾ ബോട്ടും വെള്ളമൊക്കെ ഒന്നുമില്ല. ഓണം ആയതുകൊണ്ട് ബോട്ടും വെള്ളമൊന്നും ഇറങ്ങുന്നില്ല. അതുകൊണ്ട് ഹാർബറാണ്. ഹാർബറിലോട്ടുള്ള എൻട്രിയാണത്. അല്ലാത്ത സമയത്തൊക്കെ വാങ്ങാനായിട്ട് വില കുറച്ച് മീനുമൊക്കെ മേടിച്ചിട്ട് പോവാം. ബീച്ചിലും വരാം. പോകുന്ന സമയത്ത് മീനുമൊക്കെ മേടിച്ച് ആവശ്യത്തിന് മീനുമൊക്കെ ആയിട്ട് പോവാം. അടുത്ത നമ്മൾ 4ാമത്തെ പാലം കയറാൻ പോവാം. 4ാമത്തെ പാലം കേട്ടോ. ഇതാണ് 1000 തെങ്ങ് പാലം. 1000 തെങ്ങ് നേരെ ഓച്ചിറയ്ക്കുള്ള റോഡാണിത്. 1000 തെങ്ങ് പാലം 4ാമത്തെ പാലമാണ്. ഇതും സുനാമി വന്നപ്പോൾ ഉണ്ടായ പാലമാണ്. കൊച്ചിയിലേട്ടി പാലം ഇതൊക്കെ ഒന്നിച്ച് സുനാമി സമയത്ത്, സുനാമി കഴിഞ്ഞപ്പോൾ ഉടനെ ഉണ്ടായതാണ്. ഇവിടെ സൈഡിൽ ഗ്രില്ലടിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് കുരുത്തക്കേട് കാണിക്കുന്നതുകൊണ്ടാണ്. ഈ പാലത്തിൽ നിന്ന് താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തപ്പോഴാണ് ഈ പരിപാടി ചെയ്തത്. ഈ ഗ്രീൻ നെറ്റ് അടിച്ചേക്കുക. അപ്പം പിള്ളേർ ചാടാതിരിക്കാനാണ്. മറ്റേ കോളേജ് പിള്ളേരും വീട്ടമ്മമാരും ഒക്കെ വന്നിട്ടേ ആത്മഹത്യ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് നിർത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഗ്രീൻ നെറ്റ് അടിച്ചേക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഇപ്പം മിക്കവാറുള്ള പാലത്തിലെല്ലാം നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുറത്തോട്ടിറങ്ങിയിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ എടുക്കാം. ആയിരുന്നെങ്കിലാണ് ഈ ബോട്ട് മൊത്തം കൊണ്ടുവന്നിട്ടേക്കുന്നുണ്ടോ. ഹാർബർ ഓണമായതുകൊണ്ട് എല്ലാ ബോട്ടും കൊണ്ടുവന്ന് ഇവിടെ ഇട്ടേക്കുവാണ് കേട്ടോ. ബോട്ടുകളെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട്
ഓണം കഴിയുമ്പോഴേ ഇനി അവരെല്ലാം പോകത്തുള്ളൂ. ഓണം ആയതുകൊണ്ട് പാലത്തിൻ്റെ 2 സൈഡിലും നേരെ അഴീക്കലോട്ടുള്ള കായലാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ട് വന്ന കായലാണ്. ഇനി ഇപ്പുറം സൈഡ് കാണിച്ചു തരാം. ഇപ്പുറത്തും ബോട്ടുണ്ട്, ഒരുപാട് ബോട്ട് കിടപ്പുണ്ട്. പല തിരക്കാണ് ഓണം ആയതുകൊണ്ട്. റോഡിലെല്ലാം നല്ല തിരക്കാണ്. ഇവിടെ നിന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് കണ്ട, ഇവിടെ നല്ല തിരക്കാണ്. ഇവിടെയും ബോട്ടുകളെല്ലാം കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. വേണ്ട, ഞാനൊരു ദൃശ്യം കാണിച്ചു തരാം. കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ ആയിരുന്നെങ്കിൽ പാലത്തിൽ നിന്നുകൊണ്ട് മാതാ അമൃതാനന്ദമയുടെ ആശ്രമത്തിൻ്റെ മേൽഭാഗം കുറച്ച് കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. സൂം ചെയ്ത് നോക്കാം, കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അതുകൊണ്ട് മാതാ അമൃതാനന്ദമയുടെ കെട്ടിടമാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ട് ഇത് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ളു. മാതാ അമൃതാനന്ദമയുടെ ബിൽഡിങ്ങിൻ്റെ മേൽഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. അതിന് നമുക്ക് മാതാ അമൃതാനന്ദമയുടെ അടുക്ക പോവാം. അവിടോട്ട് പോയിട്ട് നമ്മൾ ദൃശ്യങ്ങളൊക്കെ പകർത്തുന്നതായിരിക്കും. അപ്പം ഇന്ന് ഞാനും സിദ്ധാർത്ഥും കൂടെ ഓണം ആയതുകൊണ്ട് അവനൊന്ന് എല്ലാവരും ഒന്ന് കറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 3-4 കിലോമീറ്റർ ഒന്ന് കറങ്ങി കഴിഞ്ഞാൽ ഒരു 3-4 പാലം നല്ല ദൃശ്യങ്ങളും കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് ഇറങ്ങിയത്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇതൊന്ന് കാണിച്ചു തരികയും ചെയ്യാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. കണ്ടല്ലോ ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ടല്ലോ. ഇവിടെ നിന്നിട്ട് ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഈ പാലത്തിൻ്റെ ഒത്ത നടക്ക് നിന്നിട്ട് അങ്ങോട്ട് നോക്കാമെങ്കിൽ നമുക്ക് കടലും കാണാമായിരുന്നു. അപ്പോൾ നമ്മൾ 4 പാലങ്ങളുടെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇറങ്ങിയത്. അത് കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഞാനും സിദ്ധാർത്ഥും കൂടെ ഇതേപോലെ നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല ദൃശ്യങ്ങളും കണ്ണിന് കുളിർമയേകുന്ന ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾ പകർത്തി ഇട്ട് തരാം. സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ഇനി നമ്മൾ അടുത്ത ബീച്ചിലേക്ക് ഉള്ള ഒരു യാത്രയുണ്ട്. ഇന്നിപ്പം സമയമായില്ല. സൂര്യാസ്തമനം ആകുമ്പോഴത്തേക്ക് നമ്മൾ ബീച്ചിൽ പോകുന്നുണ്ട്. ബീച്ചിൽ പോയിട്ട് നല്ല ദൃശ്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ പകർത്തിയിടാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. ബൈ.